വാട്സപ്പിലുള്ള പല അമ്മാവന്മാരുടെയും പ്രശ്നം ഇപ്പം കമ്പിയാണ്. KSEB പോസ്റ്റിലെ കമ്പി. അവർ പറയുന്നത് ഈ പൊട്ടിയ പോസ്റ്റുകളെയൊക്കെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ട് KSEB പോസ്റ്റിൽ കമ്പിയൊന്നും ഉപയോഗിക്കാതെയാണ് ഇത് നിർമ്മിക്കുന്നത്, അല്ലെങ്കിൽ വളരെ നേർത്ത കമ്പികളാണ്, അതാണ് ഇതിന് ശക്തിയില്ലാത്തതെന്നാണ്. അത് അവരുടെ തെറ്റിദ്ധാരണ കൊണ്ടാണ്, അവരുടെ അറിവില്ലായ്മ കൊണ്ടാണ്. ഈ പോസ്റ്റ് നമ്മൾ PSC പോസ്റ്റുകൾ എന്നാണ് പറയുക, പ്രീ സ്ട്രെസ്ഡ് സിമെൻറ്റ് കോൺക്രീറ്റ് പോസ്റ്റുകൾ. അതായത് നേരിയ കമ്പികൾ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ച് വെറും 4 മില്ലിമീറ്റർ വണ്ണമുള്ള കമ്പികൾ, ഇവിടെ 6 കമ്പികളുണ്ട്, ഇവിടെ 6 കമ്പികളുണ്ട്, അങ്ങനെ 12 കമ്പികൾ വലിച്ചു നീട്ടി സ്ട്രെങ്തൻ ചെയ്ത്, ടെൻഷൻ കൊടുത്ത്, പ്രത്യേകം ഉപകരണങ്ങളൊക്കെ വെച്ച് സ്ട്രെങ്തൻ ചെയ്ത് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ടെക്നോളജിക്ക് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്നാണ് പറയുന്നത്. ഇത് പോസ്റ്റുകൾക്ക് മാത്രമല്ല പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കുന്നുണ്ട്. ഏതെങ്കിലും സിവിൽ എഞ്ചിനീയർമാരോട് ചോദിച്ചാൽ മതി. അതും അല്ലെങ്കിൽ ഈ വാട്സപ്പ് പോലെ തന്നെ ChatGPT അല്ലെങ്കിൽ മറ്റേ അങ്ങനെയൊക്കെ ധാരാളം സംവിധാനങ്ങളുണ്ട്. അതിലൊക്കെ ഒന്ന് പ്രീ സ്ട്രെസ്ഡ് കോൺക്രീറ്റ് എന്താണെന്ന് അടിച്ചു കൊടുത്താൽ മതി, അവർ കൃത്യമായിട്ട് പറഞ്ഞുതരും. അന്നേരം അങ്ങനെയുള്ള പോസ്റ്റുകളാകുമ്പോൾ പണ്ട് ഉപയോഗിച്ച തടിച്ച കമ്പികളുള്ള RCC പോസ്റ്റുകളേക്കാൾ ശക്തിയുള്ളവയാണ്. അന്നേരം പക്ഷേ ഇതിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ ഭാരം വന്ന ഏത് വസ്തുവും പൊട്ടുന്ന പോലെ ഇതും പൊട്ടും. ഇത് RCC പോസ്റ്റുകളൊക്കെ ആണെങ്കിൽ കമ്പി ഒടിയാണ് ചെയ്യുക, ഇതാണെങ്കിൽ പൊട്ടുകയാണ് ഭൂരിഭാഗം സമയത്ത് ചെയ്തത്. ഈ പൊട്ടിക്കഴിഞ്ഞാൽ പലപ്പോഴും കമ്പി കാണാൻ പറ്റില്ല, കാരണം ഇത് സ്ട്രെങ്തൻ ചെയ്ത കമ്പികളായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങിപ്പോകും. പൊട്ടിച്ച് നോക്കിയാൽ മാത്രമേ ഇവിടെ നമുക്ക് പൊട്ടിയ സ്ഥലങ്ങളിൽ കമ്പി കാണാൻ പറ്റും. അങ്ങനെ പൊട്ടിച്ചപ്പോഴാണ് ഇവിടെ ഈ കമ്പി കണ്ടത്. അന്നേരം ഈ കാര്യം മനസ്സിലാക്കണം. വെറുതെ നമ്മൾ, കാരണം ഇതിൻ്റെ പ്രശ്നം എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നേച്ചർ കലാമിറ്റി KSEBക്കാരും എല്ലാവരും കഷ്ടപ്പെടുകയാണ്, സമൂഹം മൊത്തം ഒറ്റക്കെട്ടായി ഇതിനെ നമ്മൾ നേരിടാൻ നോക്കുകയാണ്. അതിൻ്റെ ഇങ്ങനെ ഒരു ദുഷ്പ്രചാരണങ്ങൾ ചെയ്ത് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കരുത്.